വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന LDF UDF നിലപാടുകളിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ MPK രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJPയുടെ നേതൃത്വത്തിൽ ആലത്തൂർ NPK രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SMT സ്കൂൾ സമീപത്ത് വെച്ച് ചേലക്കര CI K സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. ചോദ്യം ചെയ്തവരൊക്കെയും വർഗീയവാദ. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടത്തെ ഈ MPയും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ പാലസ്തീന് വേണ്ടി കരയുന്നവരാണുള്ളത്, പാലസ്തീന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണുള്ളത്. എന്നാൽ മുനമ്പത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചാവക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്നോ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങൾ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദവുമായിട്ട് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവരുടെ വിവാഹങ്ങൾക്കായിട്ട് ഈ ഭൂമി പണയം വെച്ച് 4 കാശ് വാങ്ങാമെന്ന് കരുതിയവർക്ക് ഇടിത്തീയേറ്റ മാതിരിയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നത്. അവരുടെ ഒന്നും സ്ഥലം അവരുടേതല്ല, വഖഫിൻ്റെതാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നാളെ K രാധാകൃഷ്ണൻ എന്ന ബഹുമാനപ്പെട്ട MPയുടെയും സ്ഥലം വഖഫിൻ്റെതാണെന്ന് ഒരാൾ പറഞ്ഞ് വഖഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്താൽ ഈ സ്വാതന്ത്ര്യമൊക്കെ K രാധാകൃഷ്ണൻ നഷ്ടപ്പെടുമെന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ ചെന്ന് ഇവിടെ വരുന്ന ഭേദഗതി ബില്ലിനെ എതിരായിട്ട് വോട്ട് ചെയ്യുമായിരുന്നില്ല. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അധ്യക്ഷത വഹിച്ചു. വന്നല്ലോ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കോമഡി താരം പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് ഓനാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് ഓനും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ വ്യക്തിയുടെ ഒരാളുണ്ടല്ലോ, രാധാകൃഷ്ണൻ. മധുരയിൽ നിന്ന് രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് വിട്ടത് എന്തിനാണെന്നറിയാമോ? മുനമ്പത്ത് അമ്മമാർ എന്തിനു കിടക്കുന്നു? അവർക്ക് കയറിക്കിടക്കാനുള്ള മണ്ണ് വഖഫിന്റെ പേരിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാധാകൃഷ്ണനോട് മധുരയിൽ നിന്ന് അങ്ങ് ഡൽഹിയിൽ പോയി തകർത്തോളണമെന്ന് പറഞ്ഞു. രാധാകൃഷ്ണൻ തകർക്കാനൊന്നും പോകുന്നില്ല, കൈ വേണമെങ്കിൽ പൊന്തിച്ച് ഞാൻ എതിർക്കുന്നില്ല എന്ന് പറയും. അത് വിട്ടിട്ട് ഓനെ കൊണ്ടൊന്നും ആവില്ലല്ലോ. പക്ഷേ ഒരു കാര്യം ഈ കേരളം മനസ്സിലാക്കണം, നിങ്ങൾ 19 എണ്ണം അതിനെതിർത്താലും ആ ബില്ല് ഒരു പ്രയാസം കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അത് കൃത്യമായി നടപ്പിലാക്കും. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, വെള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, അനീഷ്, BJP നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വഖഫ് ബില്ല് നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെ കൊടിപിടിച്ചുകൊണ്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് BJP മാത്രമാണ്. കോൺഗ്രസ്സുകാരൻ പറയുന്ന വഖഫ് ഭേദഗതി വേണ്ടെന്ന, CPM പറയുന്ന വഖഫ് ഭേദഗതി വേണ്ടെന്ന, CPI പറയുന്ന വഖഫ് ഭേദഗതി വേണ്ടെന്ന, മുസ്ലിം ലീഗിന്റെ 2 കഷ്ണവും പറയുന്നത് വഖഫ് ഭേദഗതി വേണ്ടെന്ന, കേരള കോൺഗ്രസിന്റെ 8 കഷ്ണവും പറയുന്നത് വഖഫ് ഭേദഗതി വേണ്ടെന്ന. ഇവർക്കാർക്കും വഖഫ് ഭേദഗതി വേണ്ട. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിലെ, കൃത്യമായി പറഞ്ഞാൽ കടുത്ത ഭീകരവാദികളല്ലാത്ത മുഴുവൻ ആൾക്കാരും പറയുന്നത് വഖഫ് നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ്. BJP
മുസ്ലിങ്ങൾക്കെതിരെയാണ് നിയമം കൊണ്ടുവരുന്നതെന്നാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങൾ ഇറങ്ങി നടക്കണം. കേരളത്തില് ചാവക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങി നടക്കണം. ചേലക്കര പോലുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങി നടക്കണം. നിങ്ങൾ വഖഫായി ഇന്ന് കാണിക്കപ്പെട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശികൾ ആരൊക്കെയാണെന്ന് നമ്മുടെ മതം തിരിച്ച് കണക്കെടുക്കണോ? നിങ്ങൾ ചേലക്കരയുടെ ബാലേട്ടനൊന്ന് ഇറങ്ങി നടക്ക്, എന്നിട്ട് പോയിട്ട് പാർലമെന്റിൽ നിങ്ങൾ ഒച്ചവെച്ച മതി. ഇവിടെ നടക്കുന്നത് നമുക്കറിയാൻ കഴിയും. വഖഫ് ഭേദഗതി ബില്ല് അനുകൂലമായി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം ഇന്ന് ലോകസഭയിൽ മതേതരവാദികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷ സംഘടനകളെന്നും സർക്കാരെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് ഒരു മതത്തിൻ്റെ പുറകിൽ മാത്രം നിലകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി 19 MP-മാർ ഇന്നവിടെ വോട്ട് ചെയ്യുന്ന സമയത്ത് ആ MP-മാരെ ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന 19 MP-മാരുടെ ഓഫീസിലേക്ക് നടക്കുന്ന BJP നയിക്കുന്ന സമര പരിപാടികളുടെ ഭാഗമായിട്ടുള്ള CCV ന്യൂസ് ചേലക്കര.